ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാംഗോ ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മാങ്ങയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 8-10 മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മാങ്ങ ചെറിയ പീസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് മാങ്ങ കുറച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 2-3 വട്ടമായിട്ടാണ് ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ രണ്ടാമത്തെ വട്ടം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഏലക്കായ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും മാംഗോ ജ്യൂസിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടായി ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യൂസ് റെഡിയായ ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ മാംഗോ ജ്യൂസ് ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ച് അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ മാംഗോ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൂസ്റ്റിൻ്റെ പൊടി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ചെയ്തിട്ടില്ല, ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക. ഓക്കെ, ബൈ.